ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മളെ റിലേ വെച്ചിട്ടുള്ള സ്വിച്ചിങ് കണക്ഷൻ ആണ്. അപ്പോൾ റിലേ വെച്ചിട്ടുള്ള സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് നമ്മളിത് ആദ്യം പൂദ്യം ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റലിന്റെ ബോർഡ് വെച്ചിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റലിന്റെ ബോർഡിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5.1 നമ്മൾ DVD-ന്നോ അതേപോലെ ഓഡിയോ റഷന്നൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് കുത്തിയാൽ തന്നെ നമ്മളെ സെൻട്രൽ സ്പീക്കറും അതേപോലെ സബും വർക്ക് ചെയ്യും. അപ്പൊ അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു റിലേ ഇതേപോലെ 3 കാലുള്ള സ്വിച്ചാണ് ഒരു ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ 3 കാലുള്ള സ്വിച്ചും കൂടി വെച്ചിട്ടാണ് ഇതിൽ 5.1 ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ സറൗണ്ട് ബോർഡും ഈ ബോർഡ് ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന ആംപ്ലിഫയറിൽ ഇതേപോലത്തെ ഒറ്റ ബോർഡാണ് വരുന്നത്. അതിൽ സറൗണ്ട് ബോർഡൊന്നും ഇല്ല. ഒരു ബാസ് ടബിള്, ഒരു സബ് ഫിൽറ്റർ, പിന്നെ നമ്മളെ സബിന്റെ സെക്ഷൻ, പിന്നെ ഒരു 5 ചാനൽ, അത്രയും മാത്രമാണ് ഇതിലുള്ളൂ. പിന്നെ അതേപോലെ കറക്റ്റ് സറൗണ്ടിങ്ങിനുള്ള ഓപ്ഷൻ ഈ ബോർഡിൽ ഇല്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ആ സറൗണ്ടിങ് നോർമലായിട്ട് നമുക്ക് USB-ന്നും TV-ന്നും സറൗണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ USB ബോർഡിൽ നിന്ന് സറൗണ്ടിങ്ങും അതേപോലെ TV-ന്ന് സറൗണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്റ്റലിന്റെ ബോർഡ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറമെന്നുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 5.1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വിച്ചിങ് അങ്ങനെയാണ് ഇതിന്റെ സ്വിച്ചിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് വരുന്നതിനാൽ തന്നെയാണ് സെൻറ്ററും സബും കൂടിയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ സറൗണ്ടിന്റെ വർക്കിംഗ് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ള കാരണം അത് മാത്രം 2 കണക്ഷനായിട്ട് വേറെ വർക്ക് ചെയ്യും. അല്ലാതെ ബാക്കിയുള്ള കണക്ഷനുകളൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു റിലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 12 വോൾട്ടിന്റെ ഒരു ചെറിയൊരു റിലേ. അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാറില്ല. അപ്പൊ ഇതാണ് നമ്മളെ റിലേ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് 12 വോൾട്ട് സപ്ലൈയില് നമുക്ക് സ്വിച്ചിങ് നടത്താനുള്ള ഒരു സാധനമാണ്. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്ത് നമുക്ക് 6 കാലുണ്ട് ഇതിന്. 6 കാലും 2 വോൾട്ടേജിന്റെ. അപ്പൊ മൊത്തം 8 കാലാണ് ഈ റിലേക്ക് വരുന്നത്. അപ്പോൾ വോൾട്ടേജിന്റെ കാല് വരുന്നത് ഈ സൈഡിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ലേശം അകലം കൂടിയ സൈഡ് ഈ സൈഡാണ് നമ്മളെ റിലേയുടെ ഭാഗം വരുന്നത്, സപ്ലൈയുടെ ഭാഗം വരുന്ന ഈ ഭാഗമാണ്. പിന്നെ ഇവിടുന്നാണ് സ്വിച്ചിങ് വരുന്നത്. ഈ സ്വിച്ചിന്റെ സെൻട്രൽ കണക്ഷൻ എന്ന് പറയുന്നത് ഈ വോൾട്ടേജിന്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ് സ്വിച്ചിങ് കണക്ഷൻ. പിന്നെ ഇതിൽ നിന്ന് നേരെ ഇതിലേക്കാണ്, ഈ തലക്കിലേക്കാണ് ഫസ്റ്റ് ഓൺ ആയിട്ട് കിടക്കുന്നത്. ഇതിലേക്കാണ് ഓൺ ആവുക. ഇവിടുന്ന് നേരെ ഇതിലേക്കാണ് ഓൺ ആവുക. അപ്പോൾ ഇത് എപ്പോഴും ഇത് രണ്ടും കൂടി ഓൺ ആയി കിടക്കും. ഇതിലേക്ക് സപ്ലൈ വന്നാൽ മാത്രമാണ് ഇതിൽ നിന്ന് ഈ കണക്ഷനിൽ നേരെ ഈ കണക്ഷനിലേക്ക് ഓൺ ആവുക. അപ്പൊ ഈ കണക്ഷനിലാണ് നമ്മൾ 5.1, ഈ ലാസ്റ്റ് കണക്ഷനിലാണ് നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷനുകൾ ഇതിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് മറ്റേ കണക്ഷൻ, നമ്മളെ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ ഈ റിലേയുടെ ഈ സെന്ററിൽ കാണുന്ന ഈ 2 കണക്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഏതാണോ ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഏതാണോ കൊടുക്കുന്നത് അപ്പൊ അതേപോലെ കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കുക. ഇത് നമ്മൾ കോമൺ ആയിട്ട് കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ ഈ തെറ്റത്തുള്ള കണക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കൊന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ചില റിലേയുടെ കറക്റ്റ് സെന്ററിലാണ് സ്വിച്ചിങ് വരാറ്. ഇതാണ് കോമൺ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിലേക്കും സ്വിച്ചിങ് വരും. ഓൺ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് സ്വിച്ചിങ് വരും. അപ്പൊ ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. നോക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കാം ഇന്നത് ആ സാധനം തന്നെയാണ് ഇതിന്റെ സ്വിച്ചിങ്ങിന്റെ കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ റിലേയുടെ കറക്റ്റ് സെൻട്രൽ കണക്ഷൻ ഈ പറഞ്ഞ പോലെ ഈ സപ്ലൈ വരുന്നതിന്റെ ഇതാണ് സപ്ലൈ വരുന്ന ഭാഗം. ഈ ലേശ അകലം കൂടിയ സൈഡ് ഈ ലാസ്റ്റ് പിന്നാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് സെൻട്രൽ കണക്ഷൻ. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഫസ്റ്റ് സപ്ലൈയുടെ അവിടെ നിന്നുള്ള ഫസ്റ്റ് കണക്ഷനിലേക്കാണ് നമ്മൾ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനാണ് നമ്മൾ രണ്ടാമത്തെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ കാണുന്ന കണക്ഷൻ സെൻട്രൽ കാണുന്ന കണക്ഷനാണ് ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്നുള്ള കൊടുക്കേണ്ടത്. ഇൻപുട്ട് നമ്മൾ പുറമെന്നുള്ള സോഴ്സിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ ഇതാ ഈ സൈഡിലുള്ള ലാസ്റ്റ് പിന്ന്. ഈ സൈഡ് സപ്ലൈ, ഈ സൈഡ് സപ്ലൈ, ഈ സൈഡ് നമ്മളെ ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ DVD അതുപോലെ ഓഡിയോ റെഷനൊക്കെ കൊടുക്കാനുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക, അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് കണക്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കാം നമുക്ക്. അപ്പൊ കൺട്രോളിന്റെ കണക്ഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ നമ്മൾ ഈ കാണുന്നത് ഒരു മഞ്ഞ, ഈ കാണുന്നത് നമ്മളെ സബിന്റെ കണക്ഷനാണ് ഈ മഞ്ഞ. പിന്നെ ഇത് സെൻട്രൽ കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പൊ സെൻറ്റർ ഇത് നമ്മളെ സബിന്റെ കണക്ഷൻ ഈ മഞ്ഞയാണ്. അപ്പൊ നമ്മൾ ഇതിലത്തെ ഈ ഫസ്റ്റത്തെ ഈ ലാസ്റ്റ് ഈ തലക്കിലുള്ള ഇതിന് മീതെയാണ് നമ്മൾ ഇവിടുന്നാണ് നമ്മൾ കണക്ഷൻ തുടങ്ങുക. അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് നമുക്ക് കണക്ഷൻ തുടങ്ങാം, ഇവിടുന്ന് തുടങ്ങാം, കുഴപ്പമില്ല. ഏത് സൈഡിൽ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല, നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഇതിൽ നിന്ന് വരുന്നതിനും കറക്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ ലാസ്റ്റ് കാല് 2 തലക്കിൽ കാണുന്നത് നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള കാലാണ്. അപ്പോൾ ഈ കാല് 2 നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള കാലാണ്.
അപ്പോൾ ആ രണ്ടെണ്ണം നമ്മൾ അതിൽ കൊടുത്തു. അടുത്ത ലെഫ്റ്റ് റൈറ്റ് നമ്മളെ സറൗണ്ടിന്റെ കണക്ഷനാണ്. അപ്പോൾ സറൗണ്ടിന്റെ കണക്ഷൻ നമ്മൾ എടുത്തിട്ട് തൊട്ടുള്ള റിലേയിലേക്ക് തൊട്ട റിലേയിലേക്ക് കൊടുത്തു. അപ്പോൾ ഓരോ സെക്ഷൻ നമ്മൾ സെൻറ്ററും സബും നമ്മൾ ഒരു റിലേ ആയിട്ട് ഉപയോഗിച്ചു. പിന്നെ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിന് ഒരു റിലേ ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. അടുത്ത ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അത് ഒരു റിലേ ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ കാണുന്ന ലാസ്റ്റ് റിലേയിലേക്ക് നമ്മൾ ഈ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് സപ്ലൈയുടെ കണക്ഷൻ ആ അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്, ഈ സൈഡിലല്ല. ഇനിയിപ്പോൾ ഇവിടെ ഈ സൈഡിൽ 2 കണക്ഷൻ കൂടി ബാക്കിയുണ്ട്. ഒരു ലൈനിൽ കേട്ടോ, ഒരു ലൈനിൽ 2 കണക്ഷൻ. ഈ കാണുന്ന പോലെ 2, ഈ 2, ഇവിടെ 2, അങ്ങനെ മൊത്തം കണക്ഷനുകൾ. ഒരു റിലേക്ക് 4 സ്വിച്ചിങ് ഉണ്ട്. ഇതിൽ 2 ഇതിലൊരു സ്വിച്ചിങ്, ഇതിലൊരു സ്വിച്ചിങ്. അപ്പോൾ 2 സ്വിച്ചിങ് ഇതിൽ 2 സ്വിച്ചിങ്, ഇതിൽ 2 സ്വിച്ചിങ്, അങ്ങനെയാണ് വന്നിട്ടുള്ള കണക്ഷൻ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്, മഴയുടെ സൗണ്ട് ഇനി ഇതിലേക്ക് വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന ഈ നീലി പച്ചയാണ് ലെഫ്റ്റ് റൈറ്റ് കാണുന്നത്, നമ്മളെ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് അതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണത് ഈ റിലേയുടെ അതിന്റെ തൊട്ട് മുന്നിലുള്ള കണക്ഷനിലേക്കാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സിമ്പിളായിട്ട് കണക്ഷൻ കൊടുക്കാവുന്നുള്ളൂ, നമുക്ക് വലിയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലത്. അപ്പോൾ ആ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ഇനി 2 കണക്ഷൻ കൂടി ബാക്കിയിൽ കിടക്കേണ്ടത് നേരെ RCA സോക്കറ്റിലേക്ക് കൊടുക്കാനുള്ളതാണ് നമുക്ക്. ഇനി അടുത്തത് നമ്മളെ വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട്, ആ സറൗണ്ടിന്റെ കണക്ഷനാണ് ഇനി നമ്മൾ അടുത്ത തൊട്ട റിലേയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്ത റിലേകളൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർമ്മയുണ്ടായാൽ മതി കണക്ഷനുകൾ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാച്ചെങ്കിൽ സെൻറ്റർ വരുന്നിടത്ത് സബ് വർക്ക് ചെയ്യും, സബ് വർക്കിനോടത്ത് സെൻറ്റർ വർക്ക് ചെയ്യും, സറൗണ്ട് വർക്കിനോടത്ത് ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാണ്ട് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ അടുത്ത കണക്ഷൻ നമ്മൾ അതേപോലെ തന്നെ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക പരമാവധി. ഇനി നമുക്ക് വന്നിട്ടുള്ളത് അടുത്തത് സെൻറ്ററും സബ്ബാണ്. അപ്പോൾ സബിന്റെ കാപ്പി കളറും സെൻറ്റർ റെഡ് ആണ്. ഈ വന്ന പോലെ തന്നെയാണ് നമുക്ക് അതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് അതിൻ്റെ റിലേയുടെ സെൻറ്ററിലത്തെ സ്വിച്ചിങ്ങിൻ്റെ സെൻറ്ററിലത്തെ കണക്ഷനിലേക്ക് കൊടുത്തു. സ്വിച്ചിങ്ങിൻ്റെ സെൻറ്റർ അല്ല, റിലേയുടെ സെൻറ്റർ കണക്ഷൻ അതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കണക്ഷൻ ഈ കാണുന്നതാണ്, ഫസ്റ്റ് കാണുന്ന ഈ പിന്നാണ്. ഈ സൈഡത്തെ ഇത് സപ്ലൈയുടെ കണക്ഷൻ ഇവിടെ 2 പിന്നുണ്ട്, പ്ലസും മൈനസും കൊടുക്കാനുള്ളത്. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇവിടെ ആ പിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ കണക്ഷൻ വരുന്നത് ഇതാണ് റിലേയുടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനുകളാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇൻപുട്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടും കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടും അതേപോലെ നമ്മളെ ക്രിസ്റ്റലിൻ്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ടും നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് DVD അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ചിങ് കണക്ഷനാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത്. സ്വിച്ചിങ് കണക്ഷനല്ല, ആ RCA സോക്കറ്റിൽ നിന്നുള്ള കണക്ഷനുകളാണ് നമുക്ക് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഗ്രൗണ്ട് വയറും കൂടിയിട്ട് നമ്മൾ ഒന്നാക്കിയിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. കാണാനാണ് കറക്റ്റ് ഒന്നാക്കി സോൾഡർ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള കണക്ഷൻ നേരെ RCA സോക്കറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ആവശ്യത്തിനുള്ള വയർ 5 വയർ 6 വയർ വേണം നമുക്ക് കണക്ഷൻ. അപ്പോൾ അതിനുള്ള വയറുകൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൽ കറക്റ്റ് കൊടുത്ത പോലെ തന്നെ നമുക്ക് കളറുകൾ നമുക്ക് RCA സോക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാ റിലേയിലേക്കും 12 വോൾട്ട് ഒരേപോലെ തന്നെ നമ്മൾ പാരൽ ചെയ്തിട്ട് കൊടുത്താൽ മതി കണക്ഷൻ. പാരൽ ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ചെയ്യുന്ന മാലവൾബിന്റെ കണക്ഷൻ പോലെ, അല്ലാതെ പാരൽ ചെയ്തിട്ട് എല്ലാറ്റിനെയും പ്ലസും മൈനസും ഒന്നിച്ചാക്കുക, അതേപോലെ പ്ലസും ഒന്നിച്ചാക്കുക മൈനസും ഒന്നിച്ചാക്കുക, എന്നിട്ട് അതൊരു സ്വിച്ചിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ സ്വിച്ച് തട്ടണോടുകൂടി സ്വിച്ച് ഓൺ ആവണോടുകൂടിയിട്ട് റീലോ ഓൺ ആവും. റീലോ ഓഫ് ആകുമ്പോൾ നമ്മളെ ഈ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്നുള്ള വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റീലേ എപ്പോഴും ഓൺ ആയി കിടക്കില്ല. 5.1 നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് റീലേ വർക്ക് ചെയ്യുക. 5.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് DVD അല്ലാച്ചെങ്കിൽ ഈ ബോഡി റഷ് അങ്ങനെയുള്ളതിന് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ റീലേ ഓൺ ആവുള്ളൂ, അല്ലെങ്കിൽ റീലേ ഓൺ ആവില്ല. ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തു നമ്മൾ RCA സോക്കറ്റിലേക്ക് ഉള്ളത്. രണ്ടാമത്തെ സറൗണ്ട് ഇൻപുട്ട് അടുത്ത ലാസ്റ്റ് പിന്നിലേക്ക് നമ്മൾ റിലേയുടെ കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി, ആ കണക്ഷനും കൊടുത്തു. ഇനി നമുക്ക് സെൻറ്റർ സബ്, ആ സെൻറ്റർ സബ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ കണക്ഷൻ ഒരു ഇതായി. പിന്നെ നമുക്ക് റിലേ എന്നുള്ള സപ്ലൈ ആണ് നമുക്ക് എടുക്കണ്ടോ.
അപ്പോൾ ആ കണക്ഷനും അതേ സെയിം കളർ വയർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തു. ഇനി ഈ വരുന്ന ഗ്രൗണ്ട് വയർ ഇതേപോലെ തന്നെ ഇതിലേക്ക് നമ്മളെല്ലാറ്റിനും ഗ്രൗണ്ട് വയർ ഒരൊറ്റ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം കൂടി ഒറ്റ ഗ്രൗണ്ട് വയർ എല്ലാം കൂടി കോമൺ ആയിട്ട് ഒറ്റ ഇതിൽ വെച്ച് സോൾഡർ ചെയ്ത് ഞാൻ ഇതല്ല ഹീറ്റിംഗ് സ്ലീവ് അങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കാം. നമുക്ക് ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ ഇൻസുലേഷൻ അടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബോഡി മിക്ക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്മിങ്ങും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം വേണ്ട എന്ന് വെച്ചു അത്. അപ്പോൾ അതിൻ്റെ എല്ലാ കണക്ഷനുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാണുന്ന സൈഡാണ് നമുക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള ഭാഗം. ഈ കാണുന്നതാണ് 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. ഈ ഭാഗത്താണ് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ ഈ 6 കാലിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അത്രയും കണക്ഷനാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ നേരെ RCA സോക്കറ്റിലേക്ക് ധ്യാന കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. പിന്നെ ഇനി നമുക്കിത് വയർ ട്രൈ അടിച്ചിട്ട് ഒതുക്കുകയും വയർ ഒതുക്കുകയും പശ വെച്ച് ഒട്ടിക്കുകയും അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ആ സാധനം സെറ്റാക്കാം. ഇനി ബാക്കി നമുക്ക് RCA സോക്കറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റത്തെ ബ്ലാക്ക് ആണ് നമ്മളെ വരുന്നത്, ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് വയർ നമ്മൾ ഇതേപോലെ എല്ലാ വയറുകളും നമ്മൾ സ്ലീവ് അതിൻ്റെ കളഞ്ഞ് കമ്പി സെറ്റാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ക്ലിയർ ചെയ്തിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു തലക്കുന്ന തന്നെ സോൾഡറിങ് തുടങ്ങാം. ഫസ്റ്റത്തെ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കാം നമുക്ക്. പിന്നെ രണ്ടാമത്തെ സറൗണ്ടിൻ്റെ ഇൻപുട്ട്, അങ്ങനെ എല്ലാ കണക്ഷനുകളും നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ കണക്ഷൻ കൊടുത്ത് ചെയ്യാവുന്നുള്ളത്. നമുക്ക് വേറെ അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അത്രയ്ക്കധികം ബുദ്ധിമുട്ടുള്ള കണക്ഷനുകളൊന്നും അല്ല. ഇതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ കണക്ഷനുകളാണ്. അപ്പോൾ നമ്മളെ ടിവിയുടെ കണക്ഷൻ കൊടുത്തതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തതിൻ്റെ തൊട്ട് തന്നെ നമ്മൾ 5.1ൻ്റെ ഇൻപുട്ടാണ് സോൾഡർ ചെയ്യണത്. അപ്പോൾ 2 വയർ സോൾഡർ ചെയ്തു. ഫസ്റ്റത്തെ ലെഫ്റ്റ് റൈറ്റ് സോൾഡർ ചെയ്തു. ഇനി സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സോൾഡർ ചെയ്തു. അങ്ങനെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സോൾഡർ ചെയ്തു. ഇനി സെൻറ്ററും സബ്ബാണ്. സെൻറ്റർ സബ്ബും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻപുട്ട് കണക്ഷൻ സെറ്റായി. അപ്പോൾ അടുത്തത് സെൻറ്റർ, ലാസ്റ്റത്തെ നമ്മളെ സബ്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ കണക്ഷനായി. ഇനി നമ്മളെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് വയർ നമ്മൾ ഇതിൻ്റെ ഈ സോക്കറ്റിൻ്റെ എല്ലാ ഗ്രൗണ്ടും കൂടിയിട്ട് നമ്മളൊരു കമ്പി ഇട്ടിട്ട് സോൾഡർ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വയർ കൂടി സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് സപ്ലൈ മാത്രം കൊടുക്കണ്ടോ. സ്വിച്ച് നമ്മളതിൽ ഇല്ലാത്ത കാരണം നമ്മളത് കാണിക്കുന്നില്ല. വെറുതെ അതിലേക്ക് സപ്ലൈ മാത്രം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു, എർത്തിങ് കണക്ഷനും കൊടുത്തു. നമ്മളെ 5.1ൻ്റെ കണക്ഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു 5.1 കണക്ഷൻ കൊടുക്കാനുള്ളൂ. പിന്നെ ഈ റിലേയുടെ ഈ ഇതിലേക്ക് കൊടുക്കേണ്ട 12 വോൾട്ട് കൊടുത്താലാണ് ഈ സാധനം വർക്കിംഗ് ആവുള്ളൂ. 12 വോൾട്ടിന് നമ്മളൊരു ഈ ബോർഡിൽ നിന്ന് നമ്മളൊരു 12 വോൾട്ട് എടുത്തിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വിച്ചിങ് ആയി കറക്റ്റായിട്ട് സ്വിച്ചിങ് ആവും. ഈ കാണുന്ന ഭാഗത്തേക്ക് ഈ കാണുന്ന 6 കാലിലേക്ക് നമ്മൾ ഒരേപോലെ 12 വോൾട്ട് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ആ 12 വോൾട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായി. ബാക്കിയുള്ള കണക്ഷനുകൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് ഈ കാണുന്നതാണ് കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ. രണ്ടാമത്തെ ഈ കാണുന്ന കണക്ഷൻ, ഈ സെൻറ്ററിൽ കാണുന്ന കണക്ഷൻ നമ്മൾ ക്രിസ്റ്റലിൻ്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട്. ഇത് നമ്മൾ 5.1ൽ നിന്ന് ഓഡിയോ റഷ് അതേപോലെ DVD നിന്ന് കൊടുക്കാനുള്ള കണക്ഷൻ. ഈ കാണുന്നതാണ് ആ കണക്ഷൻ. അപ്പോൾ എല്ലാ റിലേയുടെയും നമ്മൾ അതേപോലെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, 3 റിലേയുടെയും. അപ്പോൾ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷനുകളൊക്കെ ഈ വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് ഭാഗത്താണ് കൊടുക്കേണ്ടത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും പറയണത്. അടുത്ത കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് സെൻറ്ററിലാണ്. നമ്മൾ സറൗണ്ട് ബോർഡിൽ നിന്നുള്ള കണക്ഷൻ സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ഷൻ ഇതാണ്, ഈ കാണുന്നതെന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് 5.1 കണക്ഷൻ കൊടുക്കാം.
അപ്പോൾ അത്രയും കൊടുത്താൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വർക്കിംഗ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.